ഓൺലൈൻ മുഖാന്തരം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അധിക പേരും ഉപയോഗിക്കുന്ന ഒരു ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ആണ് ഫ്ലിപ്കാർട്ട് എന്നുള്ളത്. നമ്മൾ സാധാരണ ചെയ്യാതെ സാധനം പർച്ചേസ് ചെയ്യും, അത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങ് പോവുകയാണ് ചെയ്യുക. പക്ഷെ അതിലെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അറിയുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള 4 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Hello everyone, this is ᴍᴏᴏ, you're watching ᴄᴏ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പല സാധനങ്ങളും റീപ്ലേസ്മെന്റ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷമായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റീപ്ലേസ്മെന്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് സാധനം ഡെലിവറി ആയതിനു ശേഷം നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെയുള്ള പ്രൊഡക്ട്സ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അത് റീപ്ലേസ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെയും നമുക്ക് വരിക. അപ്പോൾ അതിന് പകരം അവിടെ റീപ്ലേസ്മെന്റ് ഓൺലി എന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ഓൺലി എന്നാണ് നിങ്ങൾക്ക് ഓർഡറിന്റെ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ, റിട്ടേൺ എന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ റീപ്ലേസ്മെന്റ് റിക്വസ്റ്റ് കൊടുക്കുക. റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അവർ ഇതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓർഡറിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിട്ടേൺ എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുക, നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പല പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ മൈ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സാധാരണ റീസൺ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ക്വാളിറ്റി ഇഷ്യൂ എന്നോ എന്താണോ നിങ്ങൾക്ക് നേരിട്ടത് ആ ഒരു സംഭവം കൊടുക്കുക. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ക്വാളിറ്റി ഇഷ്യൂ എന്ന് കൊടുക്കാം. അതിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് പുവർ ക്വാളിറ്റി എന്നോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പുവർ ക്വാളിറ്റി എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കാണാൻ സാധിക്കും റിട്ടേണും റീപ്ലേസ്മെന്റും കാണിക്കുന്നുണ്ട്. പക്ഷെ പല പ്രോഡക്റ്റുകളും റീപ്ലേസ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുത്താൽ നമുക്ക് ആ പ്രോഡക്റ്റ് തന്നെയാണ് സെയിം ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അവിടെ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റീപ്ലേസ്മെന്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. റിക്വസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം 4 ദിവസമോ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്ക് തിരികെ കിട്ടും. തിരികെ കിട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ നിങ്ങൾ മൈ ഓർഡറിൽ വരിക. അതിനുശേഷം ഇതേപോലെ റിട്ടേൺ ഓപ്ഷനിൽ വരിക. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അത് റീഫണ്ട് എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ബോയ് വരും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ കൊടുക്കുക, നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് എമൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. പലരും റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഇതങ്ങ് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ക്യാഷ് കളയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാനും എത്തിയിട്ട് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തേത് മൊബൈൽ ഫോൺ വാങ്ങാതിരിക്കുന്നവർക്ക് പറ്റിയൊരു ട്രിക്കാണ്. അതായത് നമ്മൾ ഒരുപാട് പേര് മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതങ്ങ് പർച്ചേസ് ചെയ്യും. അതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനും ഒരുപാട് ക്യാഷ് ബാക്കുകളും ഒരുപാട് റിവാർഡ്സുകളൊക്കെ കിട്ടുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനിലുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയാണ് ക്യാഷ്കരോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5000 രൂപയ്ക്ക് മുകളിലുള്ള ഏതെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് 75 രൂപയുടെ റിവാർഡും കിട്ടും. രണ്ടാമത്തെ കേസിൽ നമ്മൾ HDFC ബാങ്കിന്റെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 2000 രൂപയുടെ മുകളിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 500 വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഓരോ ഓഫേഴ്സും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ സാധിക്കും. നമുക്ക് ബെനിഫിറ്റ് ആയുള്ള ഒരുപാട് ക്യാഷ് ബാക്കുകളും അതുപോലെ തന്നെ 50% ഓഫറുകളും മൊബൈൽ കൂപ്പൺസും അതുപോലെ 10% HDFC കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ 10% കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്റ്റീവ് റിവാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോണാണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ആക്റ്റീവ് റിവാർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെയാണോ ഇപ്പോൾ ഓഫറുള്ളത് ആ ഓഫേഴ്സ് മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ മൊബൈൽ ഫോണുകളും
ഫോണുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 5000 രൂപയുടെ മുകളിലുള്ള നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. 5000 രൂപയുടെ താഴെയുള്ളതാണെങ്കിൽ 10 റുപ്പീസ് ക്യാഷ് റിവാർഡ് ആയിട്ടും, അതുപോലെ HDFC കാർഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് മൊബൈൽ ഫോണുകളുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് കെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മുഖാന്തരം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന ചീപ്പായിട്ടുള്ള ഒരുപാട് ഓഫേഴ്സിന് പുറമെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാഷ് മുടക്കണം. അപ്പോൾ കുറച്ച് ക്യാഷ് നമുക്ക് ഇങ്ങോട്ടും കിട്ടിക്കോട്ടെ തന്നെ. ക്യാഷ് കെയറുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് കെയർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. മൂന്നാമത്തെ ട്രിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ട്രിക്കാണ്. അതായത് നമ്മൾ സാധാരണ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് വരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഡെലിവറി ചാർജ് ചിലപ്പോൾ 40 രൂപ ഉണ്ടാവും, 38 രൂപ ഉണ്ടാവും, 50 രൂപ ഉണ്ടാവും, 60 രൂപ ഉണ്ടാവും, 100ന്റെ മുകളിൽ ഡെലിവറി ചാർജ് വരെ വരുന്ന പല പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പോൾ ചെറിയ പ്രോഡക്റ്റ് ആകെ 150 രൂപ 200 രൂപയൊക്കെ അതിനുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഡെലിവറി ചാർജ് അതിൻ്റെ പകുതി ഒരു 50% ഡെലിവറി ചാർജ് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതില്ലാതാക്കാനുള്ള ട്രിക്കാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനെത്ര ഡെലിവറി ചാർജ് വരുന്നോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കോട് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അതായത് ഡെലിവറി ചാർജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആഡ് കാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ 2 ആഡ് ചെയ്താലും ചിലപ്പോൾ താഴെ ഡെലിവറി ചാർജ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ആവശ്യമില്ലാത്ത ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും സാധനം ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ താഴെയായിട്ട് ഡെലിവറി ഫീ എന്നുള്ളിടത്ത് അവിടെ ഫ്രീ എന്ന് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ പ്ലേസ് ഓർഡർ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പേയ്മെന്റ് ഓപ്ഷനിൽ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് സെലക്ട് ചെയ്യുക. കാരണം ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സെലക്ട് ചെയ്ത ആവശ്യമില്ലാത്തൊരു സാധനം ആഡ് ചെയ്തതിന്റെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള കൊടുക്കുക. ഇനി നിങ്ങൾ പേയ്മെന്റ് അടച്ചാലും പ്രശ്നമില്ല, നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ പ്ലേസ് ഓർഡർ എന്ന് കൊടുക്കുക. പ്ലേസ് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോഡ് ചോദിക്കും, കോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു 2 പ്രോഡക്റ്റും ഇപ്പോൾ ഡെലിവറി കൺഫേം ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ ആഡ് ചെയ്തിട്ടുള്ളത് അത് റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ മൈ ഓർഡറിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതാണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ എന്ന് കൊടുക്കുക. ക്യാൻസൽ എന്ന് കൊടുത്തതിന് ശേഷം മൈ മിസ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ അതർ പ്രോഡക്റ്റ് ആയിരുന്നു ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിസ്സിംഗ് ഓർഡർ എന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റീസൺ ആയിട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ആ ഒരു ഓർഡർ ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു 2 പ്രോഡക്റ്റിൽ നമുക്ക് ആവശ്യമുള്ളതിന് ഡെലിവറി ചാർജ് ആദ്യം 40 രൂപ 50 രൂപ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ് ഇത്. പലർക്കും അറിയില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിലെ പ്ലസ് മെമ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല സമയത്തും നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലാത്തതുണ്ടാകും. പക്ഷേ പുതിയ വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാത്തവർക്കൊക്കെ ഡെലിവറി ചാർജ് അധികമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രിക്ക് നമ്പർ 4, ഇത് ചെറുതായിട്ട് ഉടായ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ പല സമയത്തും പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിട്ടേൺ സമയം മാക്സിമം പോയി കഴിഞ്ഞാൽ 15 ദിവസമോ 10 ദിവസമൊക്കെ ആയിരിക്കും അതിൻ്റെ റീപ്ലേസ്മെന്റ് ആയാലും റിട്ടേൺ സമയമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു 10 ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് നാട്ടിലെത്തിയിട്ടുണ്ടാവും, നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കുറേ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കേടുപാടുകൾ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്ക് റിട്ടേൺ ചിലപ്പോൾ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ റിട്ടേൺ സമയം നീട്ടിക്കിട്ടാനും ഇല്ല, നമുക്ക് ഇത് കേടുവരുമോ ഇല്ലേ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ സമയം കുറച്ചുകൂടെ കൂട്ടിക്കിട്ടാനുള്ള ഒരു ട്രിക്കാണ്. ഇതിനാണ് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നേരെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക, മൈ ഓർഡറിൽ പോവുക. എന്നിട്ട് നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ റിട്ടേൺ സമയം നീട്ടിക്കിട്ടേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിലായിട്ട് റിട്ടേൺ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നാണ് ഇത് തീരുക എന്നുള്ളതൊക്കെ ഈ റിട്ടേണിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ റീസൺ കൊടുക്കുക. ക്വാളിറ്റി ഇഷ്യൂ എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലായിട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ മുന്നേ ചെയ്ത അതേ ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റ് എൻഡിലാണ്, ഇപ്പോൾ ഇന്നത്തോട് കൂടി തീരുമെന്നുണ്ടെങ്കിലും നിങ്ങൾ റീപ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു 4-5 ദിവസത്തെ ക്യാപ്പ് നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യും. ഈ റീപ്ലേസ്മെന്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഈ ഒരു സാധനത്തിന് കേടുപാടുകൾ ഉണ്ടോ അല്ലെങ്കിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് റീപ്ലേസ്മെന്റ് ആയി കിട്ടും. അപ്പോൾ ഒരു 4
ദിവസം നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടി. രണ്ടാമത്തെ കേസിൽ നമുക്ക് ആ ഒരു റീപ്ലേസ്മെന്റ് വന്നതിന് ശേഷം പിന്നെയും നമുക്കൊരു 10 ദിവസത്തെ റീപ്ലേസ്മെന്റ് ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ചെറിയൊരു തരികിടയാണ്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നീ പറഞ്ഞ 4 ട്രിക്സ് ആൻഡ് ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ ഏത് ടിപ്സ് ആണ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം കമന്റും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് നന്നായിട്ട് യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഇതിന്റെ പാർട്ട് 2ഉം പാർട്ട് 3ഉം ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.